രവി തേജ നായകനാകുന്ന പുതിയ തെലുങ്ക് ചലച്ചിത്രമാണ് ഇരുമുടിക്കട്ട്. അതിലൊരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ സോങ് എന്താണ് ഏതാണെന്ന് നമുക്ക് നോക്കാം. ജി.വി. പ്രകാശാണ് മ്യൂസിക്. തെലുങ്ക് പടമാണ്. ശബരിമല പാട്ടൊന്നും. മാസ് മഹാരാജ രവി തേജ. ഓ, ടൈറ്റിൽ കാർഡ് വി പ്രകാശ് കുമാർ. ശിവനിർവാണ ഫിലിമാണ് കേട്ടോ. അല്ല, ആ ജയറാമല്ല, ഞാൻ ജയറാം കട്ടു മുടി കട്ടു ഡാൻസ് ഉണ്ടോ? ആ ഒരു തെലുങ്ക് വൈബ് അതാണ് ഈ സിറ്റി. മ്യൂസിക് കൊള്ളാം. പ്രിയ ഭവാനി ശങ്കർ നായിക. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ. ശബരിമലയാണ് സിംഗർ അനന്തും. ലിറിക്സ് ശിവ നിർവാണ കല്യാൺ ചക്രവർത്തി. അപ്പൊ ഇതൊരു ശബരിമല പാട്ടാണ് കേട്ടോ. സ്വാമി അയ്യപ്പ അയ്യപ്പോ സ്വാമിയെ, ആ ഒരു പാട്ടാണ്. അപ്പൊ ഇതില് മിക്കവാറും ഇതിന്റെ ഈ തെലുങ്ക് പടത്തിലൊക്കെ വരുന്ന ഒരു സീനാണ് ഞാൻ ഇപ്പൊ പറയാൻ പോകുന്നത്. അതായത് ഈ ഒരു സീൻ ആ ഒരു ഭക്തി മാർഗത്തിലേക്ക് ഇരിക്കുന്ന ആ ഒരു ടൈമിൽ ഒരു സ്റ്റെൻഡ് വരാൻ ചാൻസ് കൂടുതലാണ്. ആൻഡ് ജി.വിയുടെ മ്യൂസിക് കൊള്ളാം. ജി.വി. പ്രകാശാണ് ഇതിൽ മ്യൂസിക്. കൊറിയോഗ്രാഫർ ബാബ ഭാസ്കർ. എല്ലാം സിമ്പിൾ സ്റ്റെപ്പാണ് കേട്ടോ. സെയിം സാധനം കണ്ടപ്പം വിഷ്ണു വിശാലിന്റെ ഘട്ടകുത്തി ആ ഒരു ഡാൻസ് വരുമ്പോൾ അതിന് മകളും വിഷ്ണു വിശാലുള്ള സീൻസ് ഉണ്ട്. ഓ അയ്യപ്പോ ഇരുമുടി കട്ടു കറക്റ്റല്ലേ? കട്ട് 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 കട്ട്. ശ്രീനിവാസ് രാജു, അനിൽ സുരേഷാണ് പ്രൊഡക്ഷൻ ഡിസൈനർ. കട്ട് കട്ട് കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, ആ ഹുക്ക് നന്നായിട്ടുണ്ട്. കട്ട് 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 ഇരുമുടി കട്ടു, ആ ഹുക്ക് നല്ലപോലെ വരുന്നുണ്ട്. ഫുൾ ആ ഒരു ഡിവോഷണൽ സോങ് ആണ് അയ്യപ്പ സോങ്. അത് അവിടത്തുള്ള ആ ഒരു വിഷ്വലും കാര്യങ്ങളും തന്നെയാണ്. പ്രത്യേകിച്ച് വേറെ ആ ഒരു ഡൈവേഷൻ ഒന്നുമില്ല. പാട്ട് മാറിപ്പോവുക അങ്ങനെ ഒന്നുമില്ല. സെറ്റായിട്ട് തന്നെ ഉണ്ട്. അയ്യപ്പ ഞാൻ പറഞ്ഞതൊക്കെ കളിയോടെ ഈ പാട്ടിട്ടേ പോകുന്നു. പ്രവീൺ പുലിയാണ് എഡിറ്റർ. വിഷ്ണു ശർമ്മ DOP. DO വെച്ചത് അതായത് നവീൻ നിർണയം. അയ്യപ്പോ 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 ഇരുമുടി കട്ടു കട്ട് 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 കട്ട്. സിമ്പിൾ സ്റ്റെപ്പാണ് പറയാൻ. കട്ട് 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 ഇരുമുടി കട്ടു. ഇരുമുടിക്ക് എന്തോ പറയുമല്ലേ, ഇരുമുടി കട്ടിന്. അത് ശബരിമലയിൽ പോകുമ്പോ കെട്ടുന്ന എന്തെങ്കിലും ആണെന്ന് അറിയാമെന്ന് പറഞ്ഞു കേട്ടാ. അയ്യപ്പോ ഭക്തിഗാനമാണ്. വിഭൂഷണൻ സ്റ്റോൺ കണ്ട ബീറ്റ് ചെറുതായിട്ട് കൂട്ടുന്നുണ്ട്. കൊള്ളാം, പീക്കായിട്ടുണ്ട് പാട്ട്. നല്ല അത് ആ ഒരു പാട്ടിന്റെ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ അയ്യപ്പ പാട്ട് നല്ലൊരു പീക്കായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അത് നമുക്ക് ഇരുമുടിക്കത്ത്
ശിവ നിർമ്മാണ ഫിലിം ഓഗസ്റ്റ് 21, 2026 വേൾഡ് വൈഡ്. 2026 ഓഗസ്റ്റ് 21 റിലീസ് ചെയ്യുന്നത്. ഇതൊരു ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റ് ആയിട്ടാണ് ഇതിന്റെ ഒരു ഗ്ലിംസ് പോലെ റിലീസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം ഇതിലൊരു മകളുണ്ട്, ഒരു ഭാര്യയുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കാരണം ആ സിനിമയും അതിന്റെ ആ ഒരു ചെറിയ ഗ്ലിംസും സോങ്സ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എല്ലാവർക്കും ഈ പെൺമക്കളാണ്, കൊച്ചു പെൺമക്കളാണ് വരുന്നത്. എല്ലാ പടത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു ടെംപ്ലേറ്റ് മാറ്റാറായി എന്ന് തോന്നുന്നു. പിന്നെ ആ ഒരു ഇമോഷണൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കുമോ അങ്ങനെ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. അതിന് എനിവേ GVPയുടെ മ്യൂസിക് കൊള്ളാം, ആ ഒരു പാട്ട് അയ്യപ്പ പാട്ടും കൊള്ളാം, നല്ല ലിറിക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ ഡിവോഷണൽ സോങ് ടൈപ്പ് ഇഷ്ടമുള്ളവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അതിന് അയ്യപ്പ ശബരിമലയ്ക്ക് പോകുമ്പോൾ ഈ പാട്ടിട്ടുകൊണ്ട് കേട്ടിട്ട് പോകുമ്പോഴെല്ലാവരും ഡിവോഷനിൽ പാടാനും കേൾക്കാനും പറ്റിയൊരു പാട്ട് തന്നെയാണ് ഈ ഇരുമുടി കട്ടി ഈ ഒരു സോങ് റിലീസ് ചെയ്തിട്ടുള്ളത്. കൊള്ളാം, ഫുൾ ഡിവോഷണലാണ്. സ്വാമി അയ്യപ്പ അയ്യപ്പോ സ്വാമി സ്വാമി ശരണം അയ്യപ്പ ശരണം, ഇത് തന്നെയാണ് ഫുൾ വരുന്നത്. അപ്പോൾ ശബരിമലയിൽ പോകുന്നവർ ഇനി ഈ പാട്ട് നിങ്ങൾക്ക് കേട്ട് പോകാം. നല്ലൊരു പാട്ട് തന്നെയാണ്. ഇതിന്റെ തമിഴ്, തെലുങ്ക്, പിന്നെ മലയാളം എല്ലാം റിലീസായെന്നാണ് തോന്നുന്നത്. പാൻ ഇന്ത്യ ആയിട്ടാണ് ഇത് റിലീസ് ചെയ്യുന്നതെന്നാണ് ഒരു വിശ്വാസം. അതോ തമിഴിൽ എന്തായാലും ഉണ്ട്, പിന്നെ തെലുങ്ക് കന്നഡയും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. മലയാളത്തിലൊക്കെ ഉണ്ടോ എന്നുള്ള ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. എന്നാലും നല്ലൊരു പാട്ട് തന്നെയാണ് ഉണ്ടായിരുന്നു. ആ സിമ്പിൾ സ്റ്റെപ്പുകൾ നന്നായിട്ടുണ്ട്. ആ ഹുക്കിന് വരുമ്പോൾ ഒരു BGM-ഉം ജീവപ്രകാശ് നല്ല രീതിക്ക് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു പാട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നോക്കാം ഇനി എങ്ങനെയാണ് ഈ സിനിമ കൺവേർട്ട് ആവുന്നതെന്നും കൂടെ കണ്ടറിയണം. അപ്പോൾ ഓഗസ്റ്റ് 21 അതിനു മുമ്പ് എനിക്ക് തോന്നുന്നത് വീണ്ടും 1-2 പാട്ടൊക്കെ റിലീസ് ചെയ്യാനും ഒരു ടീസറോ ട്രെയിലറൊക്കെ റിലീസ് ചെയ്യാനും അല്ലെങ്കിൽ ക്യാരക്ടർ റിവീൽ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചാൻസ് ഒക്കെ കൂടുതലാണ്. അപ്പൊ ഇതുവരെയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് ചെയ്തോ, കമന്റ് ചെയ്തോ, ഷെയർ ചെയ്തോ, ഹൈപ്പ് ചെയ്തോ. ഇതുപോലത്തെ മുമ്പ് നിങ്ങൾ എന്റെ വീഡിയോസ് ഒക്കെ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത പോലെ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക, കൂടെ ഉണ്ടാകുക. അപ്പോൾ ലവ് യു ഗൈസ്, ബൈ ബൈ.